ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. അതായത് നമ്മുടെ മുഖമാണെങ്കിലും നമ്മുടെ ശരീരം മുഴുവനായിട്ടാണെങ്കിലും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ്. ഇത് വലിയവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിൽ തന്നെയാണിത്. നമുക്ക് 100% നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വീട്ടിൽ ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുതലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നിറം കുറവായാൽ ചില പേരൻസിനൊക്കെ അതിൻ്റെ പേരിൽ വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിഷമമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്രയും ഉറപ്പിൽ പറയാൻ കാരണം ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ വലിയവരും ഒക്കെ യൂസ് ചെയ്തിട്ട് അത്രയും അധികം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഓയിലാണിത്. ജന്മന കളർ കുറഞ്ഞിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ കാലക്രമേണ കളർ കുറഞ്ഞു പോയിട്ടുള്ളവരാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും. സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ് മാറ്റാനും സഹായിക്കും. പിന്നെ ഇത് നിറം വയ്ക്കാനായിട്ട് മാത്രമല്ല, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൊതുകൊക്കെ കടിച്ചതിൻ്റെയൊക്കെ പാടുകൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാൻ, പൊള്ളിയതിൻ്റെയൊക്കെ പാടുകൾ മാറിക്കിട്ടാൻ, അങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പാടുകൾ മാറിക്കിട്ടാനും, ചിലർക്ക് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ കഴുത്തിന് ചുറ്റും കറുപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കറുപ്പ് നിറമൊക്കെ മാറിയിട്ട് സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഓയിൽ. നമ്മൾ സാധാരണ ഓയിൽ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ബീട്രൂട്ടാണ് കേട്ടോ. ഒരു ചെറിയ സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഒരു 100 മില്ലിയൊക്കെ എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബീട്രൂട്ട് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ട് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, ഇതിൻ്റെ പകുതി എടുത്താലും മതി. നിങ്ങൾക്ക് എത്രയാണോ വെച്ചുണ്ടാക്കാൻ കഴിയുന്നത് അത്ര നിങ്ങൾ എടുക്കുക. പിന്നെ ഇത് കൂടിപ്പോയിന്നോ അല്ലെങ്കിൽ കുറഞ്ഞു പോയിന്നോ പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടും തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തൊരു കോലത്തിലായതുകൊണ്ട് ഞാനതൊന്ന് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയ ശേഷം നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഈ ഒരു എണ്ണ കാച്ചിയെടുക്കാൻ കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 സാധനങ്ങളും നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ നല്ലതാണ്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അതല്ല, നമ്മളിത് വെറുതെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും സ്കിന്ന് നിറം വയ്ക്കാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ ഗുണങ്ങളൊക്കെ കിട്ടും. പിന്നെ ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അതും സ്കിന്ന് നിറം വയ്ക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതായിട്ടുള്ളതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ലാസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഈ ഒരു എണ്ണ ഇറക്കി വയ്ക്കുന്ന ആ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരച്ചെടുക്കാൻ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ചെറുതായി കിട്ടാനും കുറച്ചും കൂടെ അതിൻ്റെ ഒരു ജ്യൂസൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. പിന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്.
ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. തേങ്ങാപ്പാൽ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറാനൊക്കെ സഹായിക്കും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ഇല്ല, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തേങ്ങാപ്പാലും കൂടെ വെച്ചിട്ട് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അത്രയേ ഉള്ളൂ. തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇത് അടുപ്പിൽ വെച്ചിട്ട് എണ്ണയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിലാണ് വയ്ക്കുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു എണ്ണ ഉണ്ടാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുന്നതാണ് നല്ലത്. അതിന് കുറച്ചൊരു കുഴിയുള്ള ഒരു ചട്ടി എടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയായി കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ട് അതിൽ നിന്ന് എണ്ണ വരുന്ന ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ല എണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും ഒന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത്. അതിങ്ങനെ ഡയറക്റ്റായിട്ട് ചൂടാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷവും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എണ്ണ റെഡിയായി എന്ന് മനസ്സിലാക്കാം. എണ്ണയിലുള്ള ആ ഒരു പതയൊക്കെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ അളവിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം ഞാനിതൊരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അഥവാ ചെറിയ രീതിയിലെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എണ്ണ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ അരിച്ചെടുത്തിട്ട് നിങ്ങൾ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ചില്ലിൻ്റെ കുപ്പിയിലാക്കി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നാൾ ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയത് നമുക്ക് 1 മാസമൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പം നിങ്ങൾ
അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കി. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെയാണ് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. നമ്മളിത് ഇട്ടിട്ട് പിന്നെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ സ്കിന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു വെയിലൊക്കെ പോയിട്ടുള്ള ഒരു സമയങ്ങളിൽ ഇത് തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ ഫുൾ ബോഡി നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് 1 മണിക്കൂർ വരെയൊക്കെ വെക്കാം. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എണ്ണ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. തുടർച്ചയായിട്ട് ഒരു 3 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഒരു 20 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക. അങ്ങനെ യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കും ഈ ഒരു എണ്ണ യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്തോന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓയിലി സ്കിന്നിൻ്റെ കൂടെ നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ പ്രശ്നം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരമണിക്കൂറിൽ കൂടുതലായിട്ട് എന്തായാലും ഈ ഒരു എണ്ണ വെക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസർ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങളിത് കഴുകി കളയാണ് വേണ്ടത്.